ഹായ് ഫ്രണ്ട്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നതിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് C&AG കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് C&AG ആണ്. ഈ C&AGയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കൂടാതെ നമ്മുടെ ഭരണഘടന തന്നെ അദ്ദേഹത്തിന് ഒരു ഉയർന്ന സ്വതന്ത്ര നിയമപരമായ അധികാരമാണ് നൽകിയിരിക്കുന്നത്. ഈ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഈ C&AG അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ശമ്പളവും മറ്റ് അലവൻസുകളും ഒക്കെ നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. നമുക്കറിയാം, ഗവൺമെൻറ് അക്കൗണ്ടിന് 3 പാർട്സാണുള്ളത്: കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. ഇതിലെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് C&AGയുടെ ശമ്പളവും മറ്റ് അലവൻസുകളും ഒക്കെ നൽകുന്നത്. ഇനി സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി എന്ന നിലയിലുള്ള അതേ വിധത്തിലും സമാനമായ സാഹചര്യത്തിൽ മാത്രമാണ് C&AG ഓഫീസിൽ നിന്നും നീക്കം ചെയ്യാവൂ എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ്. ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ്. ആൻസർ: കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ: CAG ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഹൂം. CAG ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഹൂം. നേരത്തെ സൂചിപ്പിച്ചതാണ്, CAGയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ആൻസർ: പ്രസിഡൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പേ ആൻഡ് അലവൻസസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ഷാൾ ബി ചാർജ്ഡ് അപ്പോൺ വിച്ച് ഫണ്ട്. പേ ആൻഡ് അലവൻസസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഷാൾ ബി ചാർജ്ഡ് അപ്പോൺ കൺസോളിഡേറ്റഡ് ഫണ്ട്. 3 അക്കൗണ്ടുകളുണ്ടെന്നും അതിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് C&AGയുടെ പേ ആൻഡ് അലവൻസ് നൽകുന്നതെന്നും നമ്മൾ പഠിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഇൻസ്റ്റോൾഡ് ദ ഡാഷ് ആസ് എ ഹൈ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. നമ്മുടെ ഭരണഘടന ആർക്കാണ് സ്വതന്ത്ര നിയമപരമായ ഒരു അധികാരം നൽകിയിരിക്കുന്നത്? ആർക്കാണ്? ആൻസർ: കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ചോദ്യം: The pension of the retired controller and auditor general shall be charged upon the dash. Pension of the retired controller and auditor general shall be charged upon the dash. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേ ആൻഡ് അലവൻസ് പോലെ തന്നെ പെൻഷനും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് നൽകുന്നത്. അടുത്ത ചോദ്യം: ദ C&AG ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് ഇൻ ദ ലൈക്ക് മാനർ ആൻഡ് ഓൺ ദ ലൈക്ക് ഗ്രൗണ്ട് ആസ്. ദ C&AG ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് ഇൻ ദ ലൈക്ക് മാനർ ആൻഡ് ഇൻ ദ ലൈക്ക് ഗ്രൗണ്ട് ആസ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. അടുത്ത ചോദ്യം: ഇത് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിൽ ബി ഗവർൺഡ് ബൈ റൂൾസ് മെയ്ഡ് ബൈ. ആൻസർ: പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം: ഇത് C&AG's Act 1971 വാസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് അണ്ടർ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതായത് C&AGയുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇൻ ഇന്ത്യ ഇൻ റിലേഷൻ ടു അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആർ കണ്ടെയ്ൻഡ് ഇൻ ദി ആർട്ടിക്കിൾ 149 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 149 ആണ്. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഏത് ആക്റ്റാണെന്നും ആർട്ടിക്കിൾ ഏതാണെന്നുമാണ് ഓർക്കേണ്ടത്. ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ C&AG എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആക്ട് എന്ന് പറയുന്നത് C&AG's Act 1971 ആർട്ടിക്കിൾ 149. ഓക്കെ, അടുത്ത ചോദ്യം: അതോറിറ്റി കമ്പീറ്റൻറ്റ് ടു റിലീവ് ദ C&AG ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കീപ്പിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ പ്രസിഡൻറ്റ്. അതായത് രാഷ്ട്രപതിയുടെ അധികാരത്തോടുകൂടി സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് C&AGയെ ഒഴിവാക്കാൻ കഴിവുള്ള അതോറിറ്റി ആരാണ്? ആൻസർ: ഗവർണർ. The authority competent to relieve the C&AG from the responsibility of keeping the accounts of the state
with the approval of the President. Answer, Governor. ഇതോടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.